ഹലോ നമസ്കാരം. ലേഡീസ് അവറിൻ്റെ ഒരു വെറൈറ്റി സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ണൂർ ഷൈന ചേച്ചിയുടെ വീട്ടിലാണ്. ഷൈന ചേച്ചി ഒരു വീട്ടമ്മയാണ്. എന്നാൽ വീട്ടമ്മ മാത്രമല്ല, ഒരു വെരി ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ആളുകൂടെയാണ്. അപ്പോൾ ചേച്ചിയോട് തന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചി ഹലോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വീട്ടിൽ ആരൊക്കെയുണ്ട് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആദ്യം തന്നെ പറ. വീട്ടിലിപ്പോൾ ഞാനും ഹസ്ബൻഡാണുള്ളത്. എത്ര മക്കളുണ്ട്? ഒരു മകനുണ്ട്. മകനും ഗൾഫിലാണുള്ളത്. ഫാമിലി ആയിട്ട് അവരവിടെ ഉള്ളത്. മകനൊരു മകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മുത്തശ്ശിയാണ് അല്ലേ? വേറെ എന്തൊക്കെയാണ് ചേച്ചിയുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ? അതായത് ചേച്ചിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഹോബീസ് എന്തൊക്കെയാണ്? ഹോബിന്ന് ഞാൻ വീട്ടിൽ വെച്ചിട്ട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ക്രാഫ്റ്റ് വർക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. എംബോസിങ് പെയിന്റ്, ഗ്ലാസ് പെയിന്റ്, ഫാബ്രിക് പെയിന്റ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലവർ മേക്കിംഗ്, പല തരത്തിലുള്ള ഫ്ലവറുകളും ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഇവിടെ വന്നാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് പഠിക്കുന്നത്? പിന്നെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ? ടൈമിംഗ് അത് എൻ്റെ ടൈമിനനുസരിച്ച്, പിന്നെ കുട്ടികളെ ഇത് നോക്കി ടൈം നോക്കിയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അത് അങ്ങനെയല്ല, കുട്ടിക്ക് ഭയങ്കര അവരെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതുപോലെ തന്നെ ക്ലാസ് പെയിന്റിംഗ് എല്ലാം ചെയ്യാൻ കുട്ടിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ വരുന്ന കുട്ടികളെല്ലാം നല്ല ഇൻട്രസ്റ്റ് ഉള്ള മക്കളാണ്. അതുകൊണ്ട് എനിക്കും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി 4th സ്റ്റാൻഡേർഡ് മുതൽ 9th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുണ്ട്. അതുകൂടാതെ ആൽബം ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. ആൽബം ഡിസൈനിങ് അത് ഈ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണോ? ആൽബം ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അതുകൊണ്ട് മകന്റെ കല്യാണത്തിന്റെ ആൽബം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രസ്സുകളിലെല്ലാം ഡിസൈൻ ചെയ്തിട്ടെല്ലാം അങ്ങനെ കൊടുക്കുന്നുണ്ട്. സാരിയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബോട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പാഴ്വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം കളക്ട് ചെയ്തിട്ട് അതേകൊണ്ടെല്ലാം എൻ്റെ ഐഡിയ അനുസരിച്ചിട്ട് വളരെ എത്ര വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? 18 വയസ്സ് മുതൽ ഞാൻ ഫ്ലവറെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. 18 വയസ്സ് മുതൽ അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. ഇപ്പം പിന്നെ ഫ്രീ ആയതുകൊണ്ട് കൂടുതൽ സമയം ഓരോന്നോരോന്ന് അങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ലോക്ക്ഡൌണിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തത്? അല്ലെങ്കിലും എനിക്കിപ്പോൾ ടൈമുണ്ട്. ടൈം ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കില്ല. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യും. പിന്നെ വാഴയിലനെ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്, പാളേനെ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കും. അതുപോലെ സ്ട്രോ അങ്ങനെയുള്ള മെറ്റീരിയലിനെ കൊണ്ടെല്ലാം ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. വെരി ആക്റ്റീവായിട്ട് വീട്ടമ്മയാണല്ലോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാനുള്ള സമയം കൂടെ കിട്ടുന്നത്? സമയം നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ സമയം ഉണ്ടാവുമല്ലോ. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല. അതിനെല്ലാം
വീട്ടുകാരെ ഹസ്ബൻഡ് ഹസ്ബൻഡ് നല്ല സപ്പോർട്ട് ഉണ്ട്, മക്കളുടെ സപ്പോർട്ട് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സിന്റെയും അവരുടെ മക്കളെ സപ്പോർട്ടും എല്ലാം നന്നായിട്ടുണ്ട്. അവരുടെ ഫാമിലി, മോളുടെ ഫാമിലി എല്ലാവർക്കും ഭയങ്കര അഭിമാനമായിരിക്കും ചേച്ചിയെ പറ്റി പറയുമ്പോൾ. ചേച്ചി ഇത് എങ്ങനെ സെയിൽ ചെയ്യുന്നതൊക്കെ? അറിയുന്ന ആൾക്കാർ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറയും. ചിലവരുണ്ടാക്കി വെച്ച ബോട്ടിൽ തന്നെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ചിലർക്ക് ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടായിരിക്കും ഡിസൈൻ ചെയ്യാൻ ഇഷ്ടം. അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെയിൽ ചെയ്യുന്നു. ഇപ്പം കുറച്ച് ഓൺലൈൻ വഴിയെല്ലാം സെയിൽ ചെയ്യുന്നുണ്ടല്ലേ? തുടങ്ങിയിട്ടില്ല, ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇപ്പൊ അതെല്ലാം ചെയ്യണം എന്നുള്ളൊരു. ഇപ്പൊ നമ്മൾ അറിഞ്ഞു കേട്ട് മൗത്ത് പബ്ലിസിറ്റി ആണോ ഇപ്പൊ കൂടുതലുള്ളത്? ചേച്ചി മൗത്ത് പബ്ലിസിറ്റി ആണോ കൂടുതൽ? എങ്ങനെയാ സെയിൽ ചെയ്യുന്നൊക്കെ? കൂടുതലായിട്ടും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അറിയുന്ന ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ, അല്ലാണ്ട് വലിയൊരു പബ്ലിസിറ്റി ഇല്ല. വീട്ടിൽ വരുന്ന കൂട്ടെല്ലാം ഇത് കണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതെല്ലാം കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയൂ, നിങ്ങൾ ഈ കഴിവെല്ലാം വെച്ചിട്ട് വീട്ടിലിരിക്കേണ്ട ആളല്ല എന്നെല്ലാം എല്ലാവരും പറയാറുണ്ട്. ചേച്ചി അപ്പൊ ഇതൊരു 18 വയസ്സിൽ തുടങ്ങിയെന്ന് ചേച്ചി പറഞ്ഞല്ലേ? ഇതൊരു ഹോബി ആയിട്ട് തുടങ്ങിയതാണോ അല്ലെങ്കിൽ വീട് ഡെക്കറേറ്റ് ചെയ്യാനെന്നുള്ളൊരു പർപ്പസിൽ തുടങ്ങിയതാണോ? ഹോബി ആയിട്ട് തന്നെ പറയാ. എവിടെയും എന്തെങ്കിലും ഓരോ വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിൽ വെക്കും. പിന്നെ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ മെറ്റീരിയൽ എല്ലാം സംഘടിപ്പിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കും. അങ്ങനെ വീടെല്ലാം വെക്കും. അങ്ങനെയല്ല, ആദ്യം വീട്ടുകളിലെല്ലാം വെക്കും. പിന്നീട് ഇപ്പോൾ ഓരോരുത്തരെല്ലാം പറഞ്ഞ് ഇതിങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കൂടുതൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അതിൽ തന്നെയാണ് കൂടുതൽ താല്പര്യം കൊടുക്കുന്നത്. ഇപ്പം ആവശ്യക്കാർ വരുന്നുണ്ടല്ലോ, അപ്പം പിന്നെ അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ പറയുന്നത് പോലെ എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഹോബി ഉണ്ടോ ചേച്ചി? വേറെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചിങ്ങിൽ വെരി ആക്റ്റീവ് ആണ്. സ്റ്റിച്ചിങ് പല മോഡലിലുള്ള ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ സാരിയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഡ്രസ്സിലെല്ലാം ഇതൊക്കെ ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളാണ്. അങ്ങനെ അവർ പറയുന്നതിനനുസരിച്ചിട്ടെല്ലാം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് പ്ലെയിൻ തുണിയെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞതുപോലെ അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ചേച്ചിയുടെ ഹോബീസ്? ചേച്ചി ഗാർഡനിങ്ങിന് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അത്യാവശ്യം കുറേ ചെടികളെല്ലാം നട്ടു വളർത്തുന്നുണ്ട്. അതും കൂടി നോക്കാനുള്ള സമയം ഞാൻ കണ്ടെത്തുന്നുണ്ട്. പിന്നെ കൂടാതെ കുക്കിങ്ങും ഇഷ്ടമാണ്. കുക്കിംഗ് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അല്ല, വീട്ടിലെ ആവശ്യത്തിന് ഉദ്ദേശമുണ്ട്. പക്ഷെ എല്ലാത്തിനും ടൈമിന്റെ ഒരു പ്രശ്നമാണ്. കാരണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ, അതുകൊണ്ട് ടൈമിൻ്റെ ഒരു പ്രശ്നമാണ്. അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെന്നെ അടുത്ത് അന്വേഷിച്ചിട്ടുണ്ട്. സ്റ്റിച്ചിങ് ക്ലാസ്സും കൂടി തുടങ്ങണം, ക്രാഫ്റ്റ് വർക്കിൻ്റെ കൂടെ ഒരു സ്റ്റിച്ചിങ് ക്ലാസ് കൂടി തുടങ്ങണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പം ഇൻ ഫ്യൂച്ചർ ചേച്ചിക്ക് അതുകൂടെ ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടു കേട്ടോ, വെരി വെറൈറ്റി ആയിട്ടുണ്ട്. ആൻഡ് ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേച്ചിക്ക് ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഈ വെറൈറ്റി സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഒരു ക്രിയേറ്റീവായൊരു ഗസ്റ്റുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.